എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനന തീയതി തെളിയിക്കാൻ ആധാർ സ്വീകാര്യമല്ലെന്ന തരത്തിൽ EPFO നിബന്ധനകളിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. ജനുവരി 16 ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ EPFO ഇനി ജനനരേഖയായി സ്വീകരിക്കുന്ന രേഖകൾ എന്തെല്ലാം എന്നുള്ള സംശയങ്ങൾ പല ആളുകൾക്കുമുണ്ട്. അതാണ് ഇനി പറയുന്നത്. ഒന്നാമത്തേത്, അംഗീകൃത സർക്കാർ ബോർഡ് അല്ലെങ്കിൽ സർവകലാശാല നൽകിയിട്ടുള്ള മാർക്ക് ലിസ്റ്റ്. 2, പേരും ജനന തീയതിയും രേഖപ്പെടുത്തിയിട്ടുള്ള SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതായത് TC. മൂന്നാമത്തേത്, സർവീസ് റെക്കോർഡുകൾ പ്രകാരം നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ. നാലാമത്തേത്, പാൻ കാർഡ്. അഞ്ചാമത്തേത്, സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് പെൻഷൻ പേയ്മെന്റ് ഓർഡറുകൾ, സർക്കാർ നൽകുന്ന സ്ഥിര താമസ സർട്ടിഫിക്കറ്റ്. 7, പാസ്പോർട്ട്